ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്നാൽ ഈ ഹെയർ ഫോൾ അമിതമാകുമ്പോഴാണ് അതിൻ്റെ പിന്നിൽ നമ്മൾ ചികിത്സിക്കേണ്ട എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയാം. അപ്പോൾ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് മുടി കൊഴിയുന്നത് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി നോക്കുക, രണ്ടാമതായിട്ട് ഫെറിറ്റിൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, അതേപോലെ അലർജി അതായത് താരൻ്റെ പോലത്തെ ഭയങ്കരമായ ശല്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു IgE ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇൻഫെക്ഷൻസ് കൊണ്ട് മുടി കൊഴിയാറുണ്ട്. അപ്പോൾ അത് CRP എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ ഹോർമോണൽ ഇംബാലൻസുകളുണ്ട്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ മുതലായവയുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകും. പ്രധാനമായി ആണുങ്ങളിലാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. പിന്നെ മറ്റ് കാരണങ്ങൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് തൈറോയിഡിൻ്റെ ഇതുപോലെ കൂടുതലോ കുറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഹെയർ ഫോളിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ മുടി കൊഴിച്ചിലിൻ്റെ ചില കാരണങ്ങളെ സൂചിപ്പിക്കുന്ന ടെസ്റ്റുകളാണ്. ഇതല്ലാതെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഹെയർ ഫോൾ ഉണ്ടാവാം. അതായത് ഒരു ഹെറിഡിറ്ററി ബേസിൽ ഹെയർ ഫോൾ ഉണ്ടാവാം. അതേപോലെ നിങ്ങൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഹെയറിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഹെയർ ഫോൾ ഉണ്ടാവാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് ഹെയർ ഫോളിനൊരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ മാത്രമല്ല, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് ശരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹെയർ ഫോൾ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിംറ്റംസും ഹിസ്റ്ററിയും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ ഏത് ടെസ്റ്റ് ചെയ്യണം, ഇതിലേതാണ് നിങ്ങളുടെ പ്രശ്നം എന്നറിഞ്ഞ് നമുക്ക് അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ.